അപ്പോൾ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ നേരെ അതായത് അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ അമ്മ കുറച്ച് ദിവസമായിട്ട് ആൻറ്റിയുടെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ അവരെ ഗാർഡനിൽ നിന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പം ചെടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു പക്ക ചെടിപ്രാന്തി ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം വീട്ടിൻ്റെ അകത്തല്ല പോയി നോക്കിയത്. വീടിന് ചുറ്റുമുള്ള ചെടികളും അതിൻ്റെ ഭംഗിയും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കുറേ സമയം ആസ്വദിച്ചു. അപ്പം ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെടികളുടെ ഒരു പറ്റം കളക്ഷനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് വേറൊന്നല്ല, യൂഫോർബിയ. നമ്മുടെ പണ്ട് നമ്മൾ നട്ട് വെച്ച് പിടിപ്പിച്ച് പിന്നെ ഒരു കാലത്ത് അത് ഭയങ്കര ഹെൽത്തിന് പ്രോബ്ലം ചെയ്യും, അത് വീട്ടിലുണ്ടെങ്കിൽ ക്യാൻസർ വരും, അങ്ങനെ എന്തെല്ലോ പറഞ്ഞ് നമ്മളെടുത്ത് ദൂരെ കളഞ്ഞ നമ്മുടെ ആ ചെടി, അതായത് യൂഫോർബിയ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എടുത്ത് കളഞ്ഞു പോയല്ലോ എന്ന് തോന്നിപ്പോവും. അത്രക്കും ഭംഗിയിൽ അത്രയും പൊളിയായിട്ട് ആ ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഈ യൂഫോർബിയ എന്നുള്ള ചെടിയിൽ നിറച്ചും മുള്ളാണ്. അപ്പോൾ ആ മുള്ള് നമ്മുടെ കയ്യിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. പിന്നെ അലർജി ഉള്ളവർക്കെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പിന്നെ അതിൻ്റെ തണ്ടിൽ നിന്ന് വരുന്ന ആ ഒരു പാല് അത് നമ്മുടെ കണ്ണിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ അതിനെ നമ്മൾ വേണ്ട രീതിയിൽ കെയർ ചെയ്ത് വേണ്ട രീതിയിൽ നമ്മൾ അതിനെ സ്ഥാനത്ത് വെച്ച് അധികം ആ ഒരു പ്ലാന്റുമായിട്ട് അധികം മിങ്കിൾ ചെയ്യാത്ത രീതിയിൽ കാണാനുള്ള ഭംഗി ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റാണ്. പിന്നെ അത് മുള്ള് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും ആ ഭാഗത്ത് അടുക്കൂല. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് കളക്ഷൻസ് ഞാൻ അവിടുന്ന് ആൻറ്റിയോട് വാങ്ങി. അതുപോലെ തന്നെ ഏച്ചിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഏച്ചിക്കും അതിൻ്റെ അകത്തുനിന്ന് കുറേ കളക്ഷൻസ് ഏച്ചിക്കും വേണമായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും ഓരോ പീസ് വീതം എല്ലാ ചെടികളിൽ നിന്നും ഓരോ പീസ് വാങ്ങി. അപ്പോൾ ഞാനും യൂഫോർബിയൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ കുറേ സംഭവങ്ങളുണ്ട് കൊണ്ടുവരാൻ. അതുപോലെ നമ്മുടെ മുരിങ്ങ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യത്തെ, അതുകൊണ്ട് അതും ഒരുപാട്. പിന്നെ ചെടികൾ, കറിവേപ്പില, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തതൊന്നുമില്ല. അപ്പോൾ ഞാനിത് വ്ളോഗ് എടുക്കുമ്പോൾ മോളും വ്ളോഗ് എടുക്കുവാന്ന്. അപ്പോൾ രണ്ടാളും പരസ്പരം വ്ളോഗ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം ഞാൻ എടുത്ത വീഡിയോ അവൾക്കും സെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവളെടുത്തത് എനിക്കും സെൻഡ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ സെറ്റായി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വീഡിയോ എടുത്ത് വരുന്നത്. അമ്മേൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ ഭാര്യയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആൻറ്റി, ആൻറ്റിയുടെ ഹസ്ബൻഡ്, പിന്നെ ഏച്ചിയുണ്ട്, അതുപോലെ അവരുടെ കുഞ്ഞു മക്കളെല്ലാവരും ഉണ്ട്, ഏട്ടനുണ്ട്. അപ്പോൾ ഏട്ടൻ കാറ് തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ചായയൊക്കെ കുടിച്ച് കുറേ സമയം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനിടയിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് ഈ പ്ലാന്റ്സിൻ്റെ മൊത്തം വീഡിയോസ് ഇത് കാണിച്ചില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊരു എന്തോ പോലെ. കാരണം അത്രയും ചെടികളും ഒക്കെ ഉണ്ട്. ചെടികൾ മാത്രമല്ല, പച്ചക്കറികളായാലും എല്ലാം ഒരു വീടിന് വേണ്ടത് എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഗാർഡൻ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത്രയും നല്ല അട്രാക്ഷനിൽ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ബാക്കിൽ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അതുപോലെ കേശുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും ഫ്രണ്ടിലിരുന്ന്. അപ്പോൾ ഞാനിത് മോനപ്പോൾ ഉറങ്ങിപ്പോയിരുന്നു അവിടെ എത്തുമ്പോഴത്തേക്ക്. അപ്പോൾ അവനെയും കൂട്ടി മെല്ലനെ ഒന്ന് നടക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോയി. പിന്നെ ആള് ഒന്നും സംസാരിക്കില്ല, കാരണം വീഡിയോ എടുക്കുന്നത് തന്നെ ചെറിയൊരു ഇഷ്ടക്കേടുണ്ട്. പിന്നെ ഒന്നും പറയാൻ പറ്റൂലല്ലോ, ക്യാമറേൻ്റെ മുമ്പിൽ നിന്ന് കലമ്പാനൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചെടിയുണ്ട് കേട്ടാ. അപ്പോൾ ഇത് ലാസ്റ്റ് പോർഷൻ നമ്മൾ ആ വീട് വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് എടുത്തു തരുന്നത് വേറെ ആരുമല്ല, ബിൻഷിയാണ്. അപ്പോൾ അവളോട് ഞാൻ പറയാം വീഡിയോ എനിക്ക് അയച്ചു തരണേന്ന്.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. താങ്ക്